അലമ്പുണ്ടാക്കുക, പോയി കച്ചറയാക്കുക, ആൾക്കാർ കണ്ടാൽ രണ്ടെണ്ണം അടിക്കാൻ തോന്നണം എന്ന് മാത്രമേ അന്നും പറഞ്ഞിട്ടുള്ളൂ. ഇത് അന്നദാനല്ലേ, നിന്റെ അപ്പന്റെ പാനാറൊന്നുമല്ല. പറഞ്ഞ ക്യാരക്ടറോ റോളൊന്നും ഇല്ല. ഈ പറയുന്ന ഓടുക, ലാത്തി ചാർജിന് ഒരുപാട് സീനുണ്ടല്ലോ, അവിടെയൊക്കെ ഓടുക. ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ കണ്ണ് വർക്ക് ചെയ്തതും. ഇനിയെങ്കിലും സിനിമയിൽ എത്തണം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത്രയും ആഗ്രഹം പോരാ, ഇനിയും ആഗ്രഹിക്കണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇത്രയും ആഗ്രഹിച്ചാലൊന്നും പോരാ, ഇത്രയും ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലുമൊക്കെ നമുക്ക് എത്താൻ പറ്റിയത്. വലിയൊരു യാത്ര കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സിറായിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ യാത്രയിലുടനീളം ഞാൻ സിറായിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ആകസ്മികമായിട്ടൊരു പഴയൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡാൻസർ കുക്ക് കൊടുത്തിട്ടുള്ളൊരു വീഡിയോ. എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസം കണ്ടാണ് വീഡിയോ ഷെയർ ചെയ്തത്. കുറേ വർഷം മുന്നേ ഉള്ള 2018 ഒരു നമ്മുടെ കളി എന്നുള്ള മൂവി റിലീസാവുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള, അതിൽ അഭിനയിച്ച 2 ചെറുപ്പക്കാരുടെ എല്ലാവിധ പ്രതീക്ഷകളും ആങ്സൈറ്റികളും ഒക്കെ ഉള്ളൊരു വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ സിറാജിനെ അറിയപ്പെടുന്നൊരു വ്യക്തിയായി, അല്ല അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷനിൽ? പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു 7 വർഷം ഇപ്പോൾ ഇത് പറയുമ്പോൾ ആ വീഡിയോ ഒക്കെ ഓർത്തു. പക്ഷെ ഭയങ്കര പറഞ്ഞ പോലെ നമ്മൾ സിനിമ മോഹിച്ച് സിനിമയിലെത്തി. ആദ്യത്തെ ഒരു സിനിമ കഴിഞ്ഞു, അതിൻ്റെ റിലീസിന് മുന്നേ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാനും കുക്കും കൂടെ എടുത്തൊരു വീഡിയോ. അത് പറഞ്ഞ പോലെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ ആങ്സൈറ്റിയും പ്രതീക്ഷകളും, സിനിമ ഇറങ്ങാൻ പോകണമെന്നുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഫീൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്. പിന്നെ അതിനുശേഷം 7 വർഷത്തെ യാത്ര അടിപൊളി യാത്രയായിരുന്നു. ഭയങ്കര സന്തോഷം. ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി, ഒരുപാട് നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. പ്രേക്ഷകർ ഒരുപാട് നമ്മൾ ചെയ്ത വർക്ക് കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്, നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇപ്പോൾ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്നിരിക്കുന്നത് പോലും റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള കേരള ക്രൈം ഫയൽസിൻ്റെ പാർട്ട് 2 അല്ലെങ്കിൽ സീസൺ 2 ഇറങ്ങിയ സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു ഗംഭീര റിസപ്ഷൻ കാരണമാണ്. അപ്പോൾ അതിൻ്റെ പ്രതികരണം എന്തൊക്കെയാണ് ഈ കാലയളവിൽ? എനിക്ക് തോന്നുന്നു ജൂൺ 20-നാണ് തോന്നുന്നു റിലീസായത്. അതിനുശേഷം ഈ ഒരു 10-20 ദിവസം കഴിഞ്ഞു. അപ്പോൾ ആ ദിവസത്തിനിടയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിയാക്ഷൻസ്, മമ്മൂക്ക അവരെ വിളിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചു കണ്ടു. അപ്പോൾ അത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കേരള ക്രൈം ഫയൽസ് ഇറങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ആഗ്രഹം നല്ലൊരു സിനിമയിലും നല്ലൊരു ക്രൂവിൻ്റെ കൂടെയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ആഗ്രഹം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു. നമുക്ക് വേറൊരു നല്ലൊരു പ്രോജക്റ്റിൻ്റെ കൂടെ ഭാഗമായിട്ടുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും പൂർണ്ണമായിട്ട് ഞാൻ സീരീസ് കാണുന്നത് പ്രിവ്യൂവിന് തിയേറ്ററിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഭയങ്കര, നമുക്ക് അന്ന് അനുഭവിച്ചത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളെല്ലാവരും, ഫുൾ ക്രൂ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നല്ല നല്ല കോൾസും ഈ ആൾക്കാരുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷെ അത് പ്രതീക്ഷ പോലെ തന്നെ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ്. പെർഫോമൻസ്, പിന്നെ മേക്കിങ്ങും, ഓവറോൾ വെബ് സീരീസിനെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് ഫുള്ള് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം മമ്മൂക്ക മെസ്സേജ് അയച്ചു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ മമ്മൂക്കയുടെ ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ ചെയ്തത് കണ്ടിട്ട് വരിക എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര ഞാനത് ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോളും മെസ്സേജും അവരിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അത്ര ലെജൻസിൻ്റെ. അത് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. നമുക്ക് വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് തന്നെ പോവാം. 2006 ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയ സമയത്ത് അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി എന്ന് പറഞ്ഞു. പിന്നീട് നമ്മുടെ ഭരതൻ എഫക്റ്റ് 2007 ഇറങ്ങിയ സമയത്തും അതിലെന്തോ കാണിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വളരെ ചെറിയ പ്രായമാണ്. എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലോ 5-ലോ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അന്ന് ക്ലാസ്മേറ്റ്സ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നൊരു സമയത്തായിരുന്നു ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, റിലീസ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാതെ ഏതെങ്കിലും 10-40 ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷം ക്ലാസ്മേറ്റ്സ് തിയേറ്ററിൽ തന്നെ നിൽക്കുന്നൊരു അനുഭവം എനിക്ക് ആദ്യമായിരുന്നു. ആ സിനിമ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛനോട് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ സിനിമയ്ക്കകത്ത് എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ആ സമയത്തൊരു ഭയങ്കര
ഒരുവിധം ആൾക്കാർ ഇപ്പൊ കോളേജ് എന്താന്നൊക്കെ ഞാനൊക്കെ കണ്ടത് ആ സിനിമയ്ക്കകത്ത്. അപ്പൊ അത് പക്ഷെ നേരിട്ട് കാണുകയും ഒരു ചെറിയ റോളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് സിറാജ്. അപ്പൊ അതിന്റെ റോളെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക ഷൂട്ട് നടക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു അവസരം കിട്ടി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴി, സപ്ലയർ വഴി ഒരു അവസരം കിട്ടി ഒരു ലൊക്കേഷനിൽ എത്താൻ. അന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാന്നുള്ള ഫീലിങ്ങിലാണ് ഇറങ്ങുന്നത്. പക്ഷെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് പോകുന്നതെന്നുള്ള റിയലൈസേഷൻ ഒന്നും അന്നില്ലല്ലോ. അന്ന് അവിടെ ചെല്ലുമ്പോൾ ലൊക്കേഷനിൽ എത്തുമ്പോഴും എനിക്ക് ക്ലാസ്മേറ്റ്സ് ആണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ചെന്ന് വലിയൊരു ക്രൂ, വലിയൊരു സിനിമ, ഭയങ്കര സെറ്റ്, 1000 മേളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മാത്രം ഉണ്ടായിരുന്നു അന്ന് അവിടെ. പിന്നെ എൻ്റെ മെയിൻ പരിപാടി CMS കോളേജ് കണ്ട് നടക്കാന്നുള്ളതായിരുന്നു. പിന്നെ ഈ സിനിമ പരിപാടി എന്താന്നുള്ള എക്സ്പീരിയൻസ്, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ലൊക്കേഷൻ. ഭയങ്കര ഓർമ്മകളുള്ള ദിവസങ്ങളായിരുന്നു. ഞാനൊരു 5-6 ദിവസമേ പോയിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ക്യാരക്ടറോ റോളൊന്നും ഇല്ല. ഈ പറയുന്ന ഓടുക, ലാത്തി ചാർജിന് ഒരുപാട് സീനുണ്ടല്ലോ, അവിടെയൊക്കെ ഓടുക. പിന്നെ മറ്റേ ഓട്ട് ഒരു തെരഞ്ഞെടുപ്പ്, ആ പാട്ടിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിപ്പുണ്ട്. പിന്നെ എന്റെ കൽബിലെ ഞാൻ ചെല്ലുന്നതാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ പോയി നിന്നിട്ടുണ്ട്. പിന്നെ എന്താ ആ സിനിമക്കകത്ത് നമ്മൾ പറഞ്ഞ പോലെ അന്ന് ഒരുപാട് പേര് അത്രയേറെ ആഗ്രഹിച്ച് കണ്ട, അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് എത്രയോ കാലം സെൻസേഷൻ ആയിട്ട് മാറ്റുള്ള സിനിമയാണ് ആ സിനിമയുടെ ക്രൂവിനെ കാണാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ രാജീവ് സാറ്, ജഗചേട്ടൻ, ലാൽജോ സാർ, ആർട്ടിസ്റ്റുകൾ ഫുള്ള്, അവരെയൊക്കെ നമ്മൾ അന്ന് മറ്റേ ആ ഒരു നമ്മള് സിനിമാ നടന്മാരെ നമ്മൾ അത്ര അടുത്ത് കാണുന്നൊക്കെ വളരെ ചുരുക്കമാണല്ലോ ആ സമയത്ത്. ലൊക്കേഷനിലൊക്കെ പോകാൻ പറ്റുക, സിനിമാ മോഹിയായിട്ടുള്ള എനിക്ക് അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയും കൂടെ ആയതുകൊണ്ടാണ് അത്ര എക്സൈറ്റ്മെന്റ് എനിക്ക്. അത് ഭയങ്കര അന്നൊക്കെ ഭയങ്കര അച്ചീവ് ചെയ്ത പോലെയായിരുന്നു. സിനിമയിലെത്തി, ഇനി ഇവിടെ നിലനിൽക്കണം അല്ലോ, അങ്ങനത്തെ തോട്ടൊക്കെയാണ്. എന്താവും എന്നുള്ളതൊന്നും അറിയില്ല, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള മാത്രമേ അന്ന് ചിന്തിച്ചുള്ളൂ. നന്നായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്തു. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ക്രൂ ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്തിപ്പിടിക്കണം. പിന്നെ ഭയങ്കര ആഗ്രഹം നമുക്ക്. അതൊക്കെ ഭയങ്കര നമ്മളെ മുന്നോട്ടുള്ള യാത്രയിലൊക്കെ ഒരുപാട് അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളും അതുപോലെയൊക്കെ ആകണമെന്നുള്ള തോട്ടും ഒക്കെ നമ്മൾ ഒരുപാട് എനർജി തന്നിട്ടുണ്ട്. അതിനേക്ക് പിന്നീട് ഞാൻ കേട്ട കുറെ കാര്യങ്ങൾ, ഒന്ന് ആലപ്പുഴയിലെ ബ്രദേഴ്സ് ഹോട്ടലും ബാലൻ ചേട്ടനും. അപ്പൊ അതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, നിങ്ങളുടെ ഇന്റർവ്യൂയിലൂടെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് ഒരുപാട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നോടും കൂടെ ചെറിയ കാര്യങ്ങൾ ചെറിയ സന്തോഷമായിരുന്നു. അല്ല, അത് ഭയങ്കര സന്തോഷമുള്ളൊരു സ്ഥലമാണ് ബ്രദേഴ്സ് ബാലൻ ചേട്ടൻ. എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് സിനിമയിലുള്ള എല്ലാവർക്കും അറിയാം. പണ്ട് തൊട്ടേ സിനിമക്കാരുടെ ഒരു സ്ഥലമാണ് ബ്രദേഴ്സ്. അവിടെ നിന്നാണ് ഇപ്പോഴും സിദ്ദീഖ് ലാൽ സാറിനൊക്കെ അവിടെ റൂം ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത്. മധുമുട്ടൻ സാർ അവിടെ ഇരുന്നിട്ടാണ് മണിച്ചിത്രത്താഴ് എഴുതിയത്. അങ്ങനെ ഒരുപാട് ലെജൻസ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്, പഴയ സിനിമക്കാർ. ഒരുപാട് ലെജൻസ് ഇപ്പോഴും ഉണ്ട് അവിടെ. ആൾക്കാർ അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പോഴും സിനിമക്കാർ, ബ്രദേഴ്സ് ഹോട്ടൽ അറിയാവുന്ന ഒരു സിനിമക്കാരാണെങ്കിൽ ആലപ്പുഴ വഴി പാസ് ചെയ്താൽ എന്തായാലും ബ്രദേഴ്സിൽ കയറി ബാലചേട്ടനെ കണ്ടിട്ടേ പോകുള്ളൂ. അപ്പോൾ ബാലചേട്ടൻ എന്തോ ഒരു അദ്ദേഹത്തിന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ഒരുപാട് പേരെ പുള്ളി ത്രൂ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്നെയും അങ്ങനെ ഒന്ന് സഹായിക്കണമെന്ന് പുള്ളിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തോന്നി. അങ്ങനെ എല്ലാവരോടും, പുള്ളിയതായിട്ടുള്ള ഫ്രണ്ട്സിനോട് എല്ലാവരോടും എന്നെ പറ്റി പറയാറുണ്ട്. പറ്റുവാണെങ്കിൽ അവസരം കൊടുക്കണമെന്ന് തന്നെ പറയാറുണ്ട്. അത് ഭയങ്കര സന്തോഷം എനിക്ക്. പക്ഷെ ഭാഗ്യം മാത്രമല്ല, കഴിവ് തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ അതൊരു ഭാഗ്യം. ഇപ്പൊ അവിയൽ സിനിമ, അത് 2022 അല്ലേ? അത് ഇതിനകത്തൊരു ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഞാനത് ഓടിച്ച് കണ്ടതേ ഉള്ളൂ ആ സിനിമ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് കണ്ട സിനിമകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ 2 വെബ് സീരീസുകളും പിന്നെ RDX. അപ്പോൾ ഈ 3നും താങ്കളുടെ ചിരി പ്രത്യേക തരത്തിലാണ്, ഒരു വില്ലനിസം ഉള്ളൊരു ചിരിയാണ്. അപ്പോൾ ഇപ്പൊ ചിരിക്കുന്നത് പോലും എനിക്ക് അയാൾ തന്നെയാണോ ഇയാളെന്നൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ഹീറോ ആയിട്ട് മാറിയേക്കാവുന്നൊരു കഥാപാത്രം ഉണ്ടായിട്ട് പോലും ഒരു ഗ്യാപ്പ് വന്നു. പിന്നീട് കിട്ടിയ എല്ലാം ഇത്തരം വില്ലനിസമുള്ള കഥാപാത്രങ്ങളാണ്. നിസ്സംഗമായിട്ടുള്ള ചിരിയുള്ള, എന്തൊക്കെയോ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്ന കൈൻഡ് ഓഫ് കഥാപാത്രങ്ങളാണ് പിന്നീട് വന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഭാവിയിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നൊരു ടെൻഷൻ ഉണ്ടോ? ആ രീതിയിൽ ഇപ്പോൾ വില്ലൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് തൊട്ടേ നമ്മൾ കാണുന്ന വില്ലന്മാരായിട്ട് തന്നെ തുടർന്നു ഒരു വലിയ കാലങ്ങൾ തുടർന്നു ഒരു ഇതുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ഒരു ഭയം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനായിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇനിയും ഒരുപാട്, ഇതുവരെ അങ്ങനെ സെലക്റ്റീവായി നിന്നിട്ട് കഥകൾ ചൂസ് ചെയ്യുന്ന രീതിയിലൊന്നും ഇതുവരെ ആയിട്ടില്ല. വരുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇതുവരെ.
ഓക്കെ. സെലക്റ്റീവായി ഇപ്പം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഇന്റർവ്യൂവിൽ ആൾക്കാർ ചോദിക്കുമ്പോഴാണ് ഞാനെപ്പറ്റി ചിന്തിക്കുന്ന പോലും. നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല. നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനും ഒരു ക്യാരക്ടർ റോൾസ് ഉണ്ടായിരുന്നു. അതിനും കൃത്യമായ ഒരു കൺവിൻസിങ് ചെയ്യാനുള്ള ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു പോയിട്ടാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ കുറെ നല്ല ക്യാരക്ടേഴ്സ് ആണ് വന്നത്. അത് ചെയ്യാനും പറ്റി. അവര് ഇപ്പോൾ ഒരു ഡയറക്ടർ പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അവര് പറഞ്ഞതനുസരിച്ച്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. അതിന്റെ ഇടയിൽ ഞാൻ ടൈപ്പ് കാസ്റ്റ് ആയി പെടുവോ എന്നുള്ളതും ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്നതിന് നമുക്ക് വരുന്ന ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ പറയുന്നത് കേട്ടു, ഈ നമ്മൾ എന്താ പറയുക, പരാജയങ്ങൾ അല്ലെങ്കിൽ റിജക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ വല്ലാതെ പേടിക്കാറുണ്ടെന്ന്, എന്നാൽ പ്രതികരണങ്ങൾ ഒരുപാട് ഇഷ്ടത്തോടെ കേൾക്കാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നിമിഷം നിൽക്കുമ്പോൾ, ഈ ഒരു നിമിഷം തിരിഞ്ഞു നോക്കുമ്പോൾ സിറാജ് ഒരു നടനായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതേ അവസ്ഥ ഉണ്ടാവുമോ, അല്ലെങ്കിൽ റിജക്ഷൻസിനെ പൂർണ്ണമായിട്ട് നമുക്കറിയാം ഇനിയിപ്പം ഈ ചാൻസ് തേടി പോക്കൊരിക്കും ഒരു കാലത്ത് അവസാനിക്കാൻ പോകുന്നില്ല അല്ലേ? നമ്മുടെ അത് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ പല സംവിധായകരുടെ അടുത്തും പോയെന്നിരിക്കാം, ചാൻസ് ചോദിച്ചെന്നിരിക്കാം. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഭാവിയിൽ അങ്ങനെ ഒരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ടോ, റിജക്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ? തീർച്ചയായും എനിക്കത് ഇപ്പോഴും പേടിയാണ്. കാര്യം എന്താ പറയുക, നമ്മള് വളരെ പ്രതീക്ഷയോടുകൂടിയായിരിക്കും ചിലപ്പോൾ ഒരാളെ നമ്മൾ വിളിക്കുന്നത്. ഡയറക്ടർ ആവാം, പ്രൊഡ്യൂസർ ആവാം, കൺട്രോളർ ആവാം, കാസ്റ്റിംഗ് ഡയറക്ടർ ആവാം. നമ്മൾ വിളിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും. പക്ഷെ അവിടുന്ന് പെട്ടെന്ന് നമ്മൾ പറയുന്നത് കേൾക്കാൻ പോലും ചിലപ്പോൾ ഒരു ടൈം തന്നെന്ന് വരില്ല. അവർ പെട്ടെന്ന് ഞാൻ ബിസിയാണേ പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഇപ്പം ഫൊമി എനിക്കത് ഭയങ്കര പെയിൻഫുള്ളാണ്. എനിക്കത് കുറേ അങ്ങനെ കുറച്ച് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ സമയത്തൊരു 5 മിനിറ്റത്തേക്ക് ഭയങ്കര എംപ്റ്റി ആയിരിക്കും. നമ്മൾ ഭയങ്കര എനിക്ക് നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുമ്പം ഫസ്റ്റ് ഡേ വർക്കൗട്ട് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവില്ല, കുറെ നാളെ ഗ്യാപ്പ് കിട്ടി. അതുപോലത്തെ ഒരു ഫീൽ എനിക്ക് അതാണ് എൻ്റെ ഭയം. നമ്മൾ കുറച്ച് നമുക്ക് വിളിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ റിപ്ലൈ കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കുന്നതല്ല. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആള് നമ്മൾ ഒരു അവസരം ചോദിച്ചാൽ വിളിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്താ പറയാന്നുള്ളത് കേൾക്കുക, നമുക്കൊരു സ്പേസ് തരുന്ന ഭയങ്കര, എനിക്ക് മാത്രമല്ല എന്നെ പോലെ അവസരം ചോദിക്കുന്ന എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഭയങ്കര പെയിൻഫുള്ളാണ് ചില സമയത്ത്. നമുക്ക് അയ്യോ എന്ന് തോന്നിപ്പോകും. അതാണ് ഞാൻ റിജക്ഷൻ പേടിയാന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഭയങ്കര എംപ്റ്റി ആയിരിക്കും. എന്ത് ചെയ്യണം, ഇങ്ങനെ തന്നെ നമ്മൾ കിട്ടും, നല്ല പ്രതീക്ഷയുണ്ട് ഇനിയും നമ്മൾ ഇതുപോലത്തെ സന്ദർഭങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ആ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒന്നും അല്ലാണ്ടായി പോകും. നമുക്ക് ഒന്ന് ഇനി അങ്ങോട്ട് വേണ്ടാന്നൊക്കെ കുറച്ച് നേരത്തേക്ക് പിന്നെ റിലീസ്. അതെ പിന്നെ നമ്മൾ തിരിച്ചറിയും അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നിർത്തില്ല, പിന്നെയും വിളിക്കും. അവരെ തന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ റിജക്ഷൻ കിട്ടിയ സ്ഥലത്ത് തന്നെ നമ്മൾ പിന്നെയും വിളിക്കും. അത് നമ്മുടെ ഭാഗമാണെന്ന് ഞാൻ തോന്നുന്നു ഇപ്പോൾ എനിക്ക്. ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമാണ്. അതെ സത്യം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് പറഞ്ഞ പോലെ ഭാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രൂവ്ഡ് ആവണം. നമ്മളെ തേടി സ്ക്രിപ്റ്റും സിനിമകളും വരുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം എന്നാലും നമ്മൾ ചോദിക്കും, നമ്മൾക്ക് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ഡയറക്ടറിന്റെ അടുത്ത് നമ്മൾ ചോദിക്കും. നമുക്ക് പരിചയമുള്ള ആളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാവും, നമുക്ക് ചോദിക്കാനും നമുക്ക് സംസാരിക്കാനും ഒരു സ്പേസ് ഉണ്ടാവും. പക്ഷെ പരിചയമില്ലാത്ത ലെജൻസ് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരുടെ അടുത്ത് നമുക്ക് ചോദിക്കാൻ ഒരു മടിയുണ്ടാവും. കാരണം അവിടെ നിന്നുള്ള റിയാക്ഷൻ എന്താണ് എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഈ റിജക്ഷൻ ഓൾറെഡി പേടിയുള്ളത് കൊണ്ടും ഈ അവസരം ചോദിക്കല് ഭയങ്കര, നമുക്ക് പരിചയമില്ലാത്തവരോട് പോയി സംസാരിക്കാം, പരിചയപ്പെടാം, എല്ലാം ചെയ്യാം. പക്ഷെ അവസരം ചോദിക്കുമ്പോൾ അവരെന്ത് നമ്മളെ പറ്റി കരുതും എന്നുള്ള തോട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും. അതാണൊരു റിജക്ഷൻ പേടിയാന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് RDXലേക്ക് വരാം. RDXലെ രതീഷ് എന്നുള്ള കഥാപാത്രം എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കഥാപാത്രമാണ്. ഓക്കെ, ബിക്കോസ് ആ സിനിമയുടെ അത്രയും നേരത്തെ ഒരു പോക്കിനെ കംപ്ലീറ്റ് മാറ്റിമറിച്ചുകൊണ്ട് കുറച്ച് ബീഫ് ചോദിച്ചിട്ട് ആകപ്പാടെ മുറ്റം തിരികൊടുത്ത പോലെയുള്ള ഒരു സിറ്റുവേഷനാണ് പിന്നീട് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള അല്ലേ, ഒരു കായികമായിട്ടും ഒക്കെ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുള്ള കഴിച്ചു. ഓരോ ഷോട്ടിലും കഴിച്ചു ഇവിടെ വരെ എത്തി ബീഫ്. എനിക്ക് ബ്രേക്ക് ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. നീ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അടുത്ത ഷോട്ട് പോകാന്നൊക്കെ പറഞ്ഞു. ആ സിനിമയെ പറ്റിയുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? അത് നല്ല ഓർമ്മകൾ. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ സോഫിയ മാം, പ്രൊഡ്യൂസർ സോഫിയ മാം ഒരു ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തു. കാരണം അവര് മോണിറ്റർ ചെയ്ത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ എനിക്ക് കഴിച്ചോണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ തോന്നിയിട്ട് ഒരു ബീഫ് ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ഷോട്ട് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു,
അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ ക്രൗഡാണല്ലോ, പള്ളിയും പള്ളി പെരുന്നാൾ സെറ്റ് ഇട്ടിരിക്കല്ലേ. ഫസ്റ്റ് എനിക്കൊന്ന് ഫസ്റ്റ് തുടങ്ങുന്നത് അവിടുന്ന് ഷൂട്ട് തുടങ്ങുന്നത്, പള്ളിപ്പെരുന്നാളാ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പൊ ആദ്യം തന്നെ വലിയൊരു സീന നഹാസിന് കൊടുത്ത് ചെയ്യാൻ വേണ്ടിട്ട്. പള്ളിപ്പെരുന്നാൾ അത് ഇത്രയും കോർഡിനേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യണ്ടേ. പിന്നെ ഞങ്ങൾ പെർഫോമും ചെയ്യണം, ഇവൻ പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്യണമല്ലോ. പിന്നെ എന്തോ പായത്തിന് അങ്ങനെ നന്നായിട്ട് നടന്നു. എൻ്റെ അടുത്ത് അവിടെയും ഈ പറഞ്ഞ പോലെ അലമ്പുണ്ടാക്കുക, പോയി കച്ചറയാക്കുക, ആൾക്കാർ കണ്ടാ രണ്ടെണ്ണം അടിക്കാൻ തോന്നണം എന്ന് മാത്രമേ അന്നും പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ അടുത്ത് മഹാ അലമ്പൻ എന്നാ പറഞ്ഞേ. അത് എന്താ വെച്ചാൽ പോയി ചെയ്യാ, നമുക്ക് എങ്ങനെ വരുന്നതെന്ന് അറിയില്ല. അത് ഒരുപാട് ചെയ്യേണ്ടി വന്നു. കാരണം ഈ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന കാരണം നമ്മള് ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ക്രൗഡ് എവിടെയെങ്കിലും ഒന്ന് ലാഗ് ആകുകയോ റിയാക്ഷൻ മാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് എപ്പോഴും എൻജോയ് ചെയ്ത് സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ലൊക്കേഷൻ. അതെ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ പറഞ്ഞു ഈ വെബ് സീരീസുകളും സിനിമകളും, അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഔട്ട് സിമിലർ ആണ്, പക്ഷേ എന്നാൽ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്യുന്നതും ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല. പ്രോസസ്സ് എല്ലാം സെയിം തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ടെക്നിക്കലി സ്ക്രിപ്റ്റിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവാം. കഥ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ബാക്കിലുള്ള സ്റ്റോറികളൊക്കെ കുറച്ചും കൂടെ നമുക്ക് സ്പേസ് കിട്ടും. ഒരു ആക്ടറിന് കുറച്ചും കൂടെ സ്പേസ് കിട്ടുമെന്ന് തോന്നുന്നു സിനിമയെക്കാളും. പെർഫോം ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാനും ഒരു സ്പേസ് വെബ് സീരീസിൽ കിട്ടുമായിരിക്കും സിനിമയെക്കാളും. ബാക്കിയുള്ള പ്രോസസ്സും ഷൂട്ടിങ്ങും എല്ലാം ഷൂട്ട് ഡേയ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു സെയിം ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ല, എല്ലാം സെയിം പരിപാടി. അതിന്റെ റിസപ്ഷനിലേക്ക് വരുമ്പോഴാണ് തിയേറ്ററിൽ മറ്റേ തിയേറ്റർ എക്സ്പീരിയൻസ് ആവുന്നതും. ഇത് നമുക്ക് പക്ഷെ എത്രയൊക്കെ നമ്മൾ OTT ഡിപ്പെൻഡ് ആയാലും തിയേറ്ററിൽ ഇരുന്ന് ആ സുഖവും നമുക്ക് എപ്പോഴും സിനിമ തിയേറ്ററിൽ ഇരുന്ന് തന്നെ. പുതിയ കാലത്തിന്റെ മിനി സ്ക്രീൻ ആണല്ലോ OTT പ്ലാറ്റ്ഫോം. അതെ, സത്യം. നമുക്കെന്നും സിനിമ തിയേറ്ററും ആ ഒരു കയ്യടിയും ബഹളവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന നമ്മുടെ വെള്ളിയാഴ്ച. അതെ, സത്യം. എല്ലാ നടന്റെയും ജീവിതം മാറുന്ന ഒരു വെള്ളിയാഴ്ച എന്നൊക്കെ അന്ന് പറയും. ജൂൺ 20 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അതെ അതെ അതെ, സത്യം. അപ്പൊ അതിലേക്ക് വന്നപ്പോഴേ നമ്മളിപ്പോ കളിയാണല്ലേ ആദ്യമായിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വന്നിട്ടുള്ള. അപ്പോൾ അതിൽ തുടങ്ങിയ നമ്മൾ അതിൽ വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ആ ഒരു ദിവസം വെള്ളിയാഴ്ച ആ ദിവസം സിനിമ ഇറങ്ങിയ ദിവസം എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചോദിക്കുകയാണ് ആ ദിവസം എങ്ങനെയായിരുന്നു? നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആദ്യമായിട്ട് തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ ആളുകൾ കാണുന്നു. ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യായിരുന്നു, അങ്ങനെ അവസാനം എത്തി, ഒരു സിനിമ ചെയ്തു, അത് ഇറങ്ങാൻ പോണു. കാരണം അത്രയും നാൾ നമ്മൾ ആഗ്രഹമാണല്ലോ, ഈ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ കിടന്ന് വർക്ക് ചെയ്തതും. എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത്രയും ആഗ്രഹം പോരാ, ഇനിയും ആഗ്രഹിക്കണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇത്രയും ആഗ്രഹിച്ചാലൊന്നും പോരാ, ഇത്രയും ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലുമൊക്കെ നമുക്ക് എത്താൻ പറ്റിയത്. അപ്പൊ ഇനിയും ആഗ്രഹിക്കാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള വിശ്വാസമാണ് എനിക്കിപ്പോൾ, ഒരു റിയലൈസേഷൻ എനിക്കിപ്പോൾ വന്നിരിക്കുന്നതാ. ഇനി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് സിനിമ. ശരിക്കും എനിക്ക് സിനിമ അറിയില്ല, എനിക്ക് സിനിമ കുറച്ചും കൂടെ പഠിക്കണമെന്ന് ആഗ്രഹം. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു ടെക്നീഷ്യന്റെ പേര് ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരില്ല, കുറച്ചും കൂടി ഇൻവോൾവ് ആയി സിനിമയിലെ പഠിക്കാൻ ആഗ്രഹം ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സിനിമ അവിയൽ ഇറങ്ങിയ സമയത്ത് പ്രേക്ഷക പ്രതികരണമായിട്ട് മൈക്കോട് ചെന്നപ്പോൾ ഡ്വെയിൻ ആണെന്ന് തോന്നുന്നു സംസാരിച്ചൊരു കാര്യം കേട്ടു. താങ്കൾ ഒരുപാട് ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഇതിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാത്തിനും കുറെ ഓടി നടന്നിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരു ഫൈനൽ റിസൾട്ട് ആയിരുന്നു അവിയൽ. അപ്പൊ അതിനുശേഷം ഒരു ഗ്യാപ്പ് വന്നു. അതിനിടയിൽ നഹാസിന്റെ തന്നെ മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു, അത് പക്ഷേ പുറത്തിറങ്ങിയില്ല എന്നുള്ളതും കേട്ടായിരുന്നു. അത് ആരവം സിനിമ. അത് എന്തോ കാരണങ്ങളാൽ നടന്നില്ല. ഈ പറഞ്ഞ ആ സമയത്താണല്ലോ കൊറോണയൊക്കെ വന്ന് സിനിമ ഭയങ്കര പ്രതിസന്ധിയിലൊക്കെ പോയൊരു സമയമായിരുന്നു. ആ സമയത്ത് പിന്നെ അതെന്തോ ടെക്നിക്കൽ കാര്യങ്ങളും കൊണ്ടും പ്രൊഡക്ഷൻ ശരിയാകാത്തതൊക്കെ കൊണ്ടും അത് നടന്നില്ല. പിന്നെയാണ് RDX വന്നത്. അതിൽ ഞാനുണ്ടായിരുന്നു, ആരവത്തിൽ ഞാനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചത്, പക്ഷെ നടന്നില്ല. ഒരു വലിയ കാലയല്ല 2018, പിന്നെ എനിക്കൊന്ന് 22 അവിയൽ വരുന്നു, പിന്നീട് RDX. ശരിക്കും 2018 അവിയൽ ഷൂട്ട് ചെയ്യുന്നത്. 1.5 വർഷത്തോളം ഷൂട്ട് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ റിലീസ് ഡേറ്റ് ഒക്കെ കൺഫേം ആയി നിൽക്കുമ്പോഴാണ് കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ ഒരു ആഴ്ച കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിച്ചു, ഒരു മാസം കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിച്ചു. 6 മാസമായി, വർഷങ്ങളായി, മാറുന്നില്ല. പിന്നെ അത് ഇറക്കാനൊക്കെ ഒരുപാട് ഓടി ബ്രോ, ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാവരും.
പ്രൊഡക്ഷനും ഡയറക്ഷൻ ടീമും ഞാനും ഒക്കെ ഒരുപാട് ഓടിയിട്ടാണ് എനിക്ക് ആഗ്രഹം. അത് ഒരു ദിവസം ഇറങ്ങി ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെയൊക്കെ ഇരുന്ന് ഒരു ദിവസം തിയേറ്ററിൽ ചെയ്ത് അതൊന്ന് റിലീസ് ചെയ്തൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്തത്. അത് കണ്ടു, സന്തോഷം. ഈ കാലയളവിൽ നമ്മൾ സിനിമകൾ ചെയ്തു, 4-5 സിനിമയോളം ചെയ്തു അല്ലേ. അപ്പം അതിനുശേഷം പിന്നീട് ഇറങ്ങിയിട്ടുള്ള 2 വെബ് സീരീസുകളാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഫെയിമിലേക്ക് എത്തിച്ചത്. ഫേസ് കുറച്ചുകൂടെ ഫെമിലിയർ ആക്കിയത് ആ 2 വെബ് സീരീസുകളാണെന്ന് തോന്നുന്നു അല്ലേ. RDX ആണ് ശരിക്കും എന്നെ കുറച്ചും കൂടെ ആൾക്കാർ അറിഞ്ഞത്. ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഉണ്ടെന്ന് അറിയുന്നത് എനിക്കൊന്ന് RDX ആണ്. അതിനുശേഷമാണ് കൊണ്ടലും 1000 ബേബീസും വടക്കൻ അതിന് മുന്നേ RDXന് മുന്നേ ഞാൻ ചെയ്തത്. അത് ഫെസ്റ്റിവൽ ക്യാൻസിലൊക്കെ ഷോ ചെയ്തിട്ട് കുറച്ച് നാളിന് ശേഷം റിലീസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് 1000 ബേബീസ് ചെയ്തു, കൊണ്ടൽ ചെയ്തു, കേരള ക്രൈം ഫയൽസ് ചെയ്തു. കൊണ്ടലിന്റെ ഷൂട്ടിന്റെ സമയത്ത് തന്നെയാണ് ഈ KCF-ന്റെയും ഷൂട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് എന്തോ കണ്ടു, ഒരു എന്താ പറയാ, വൈകിട്ട് മുക്കുവനായും രാവിലെ പോലീസുകാരനായിട്ടും. അത് 1-2-3 ദിവസം അങ്ങനെ വേണ്ടി വന്നു. അത് ഇവിടെ ഷൂട്ടുള്ള സമയത്ത് കൊണ്ടൽ, അത് രണ്ടും നോർമൽ ഷൂട്ടിംഗ് ഒരു പരിപാടിയാണെങ്കിൽ ഓക്കെ. പക്ഷെ കൊണ്ടലിന്റെ അങ്ങനെയല്ല. കൊണ്ടൽ നമ്മൾ രാവിലെ കയറി വൈകുന്നേരം ബോട്ടിൽ നിന്ന് തിരിച്ചു വരുള്ളൂ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് പോയി വന്ന് കയറാനൊന്നും പറ്റില്ല. എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടാണ് ബോട്ട് പോണേ. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഒരു മേക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഷൂട്ട് മൊത്തം ഡിലേ ആവുന്ന രീതിയിലാണ് കൊണ്ടലിന്റെ അവസ്ഥ. അപ്പൊ ഇവിടെ അന്നത്തെ ദിവസം എനിക്ക് ഷൂട്ടും ഉണ്ട്. അങ്ങനെ 2-3 ദിവസം ഒരുമിച്ച് ഒരു ഡേ ഷൂട്ട് വന്നു. അവിടെ വന്നപ്പോൾ കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ കാരണം ഒരു ലൊക്കേഷനിൽ ഒരു ലാഗ് വരണ്ട, ഒരു ദിവസം എത്ര രൂപ നഷ്ടം വരും. അപ്പൊ അവിടെ അങ്ങനെ എനിക്ക് ടെൻഷനായത്, നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ തോട്ട് വന്നപ്പം ഇവിടെ അഹമ്മദിക്ക എല്ലാം വേറെ ഓപ്ഷൻസ് നോക്കി തുടങ്ങി. വേറെ ഈ ജയ്സ്മോന് വേണ്ടി വേറെ ഓപ്ഷൻസ് നോക്കി തുടങ്ങി. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. പിന്നെ ഞാൻ ആരോട് എന്ത് പറയണമെന്ന് അറിയില്ല. എനിക്ക് പ്രൊഡക്ഷൻ്റെ അടുത്തൊക്കെ പറയാൻ പേടിയായിരുന്നു, നമ്മള് ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്നുള്ള, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയാണ് മേക്കപ്പിൽ അമലേട്ടൻ പറഞ്ഞത്, അത് നിന്റെ ജോലിയാ, നീ അത് പോയി ചെയ്, ഈ മേക്കപ്പും പരിപാടിയൊക്കെ മാറ്റി പിടിക്കേണ്ട ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങൾ ചെയ്തോളാം എന്ന് തന്നൊരു കോൺഫിഡൻസിലാണ്. എന്നാൽ പിന്നെ ഓക്കെ ചെയ്തേക്കാം എന്നുള്ളതിൽ പറഞ്ഞു. പിന്നെ എന്തും വരട്ടെന്ന് പറഞ്ഞങ്ങ് ഇറങ്ങി. ഇവിടെ പ്രൊഡക്ഷൻ കൺട്രോളർമാരടുത്തൊക്കെ കഷ്ടമുണ്ട്, പ്ലീസ് എങ്ങനെയെങ്കിലും ഞാൻ പോയി ചെയ്തോട്ടെ. അവിടെ എല്ലാവരും രണ്ടുപേരും ഒരു കോംപ്രമൈസിൽ എത്തിയിട്ടൊക്കെയാണ് അത് 3-4 ദിവസം അങ്ങനെ ഒരു ക്ലാഷ് വന്നു ഡേറ്റിന്. ജയ്സ്മോനിലേക്ക് വരുമ്പം ആദ്യത്തെ എപ്പിസോഡിൽ ജയ്സ്മോനെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എനിക്കൊന്ന് 6th-ലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി അതിലുള്ളൊരു 10-20 മിനിറ്റാണ് അവരുടെ ഒരു നെറേറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നീട് കംപ്ലീറ്റ്ലി ആ സിനിമ അത്രയും നേരം ലീഡ് ചെയ്തിരുന്ന അർജുൻ രാധാകൃഷ്ണനെ പോലും കവച്ചു വെച്ചുകൊണ്ട് ആ സിനിമയുടെ മൊത്തം ഒരു പ്രേക്ഷകർ നിലയ്ക്ക് ഞാൻ പറയുന്നത് ക്യാരക്ടറിന്റെ ഇമ്പാക്റ്റ് ആണ്. അതെ ജസ്റ്റ് ക്യാരക്ടർ മാത്രമല്ല, പെർഫോമൻസ് അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ സിനിമ കഴിയുമ്പം ആ വില്ലനെ പരാജയപ്പെടുന്നതോടെ ഹീറോ എന്ത് ചെയ്യാണ്, പിന്നീട് അങ്ങോട്ടൊരു പുതിയ ജീവിതം നയിക്കുകയാണ്, നമ്മൾ മനസ്സിൽ കാണും അത്. പക്ഷെ വില്ലൻ അവിടെ എൻഡ് ചെയ്യാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ എന്നെ ഏറ്റവും ത്രില്ല് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ആ ഫൈനൽ സീനിനകത്ത് നിങ്ങൾ ആ സ്റ്റേഡിയത്തിൽ നടന്നു വരുന്ന ഭാഗത്ത് നിന്ന് രണ്ടുപേരും ഒരു ചിരി ചിരിക്കുന്നുണ്ട്. ആ ചിരിക്കകത്ത് രണ്ടുപേരുടെയും വിജയമാണ് ശരിക്കും. അത്രയും നേരം ആ കേസ് പിന്നാലെ നടന്ന് വിജയിച്ച് കാര്യപ്പെട്ട തെളിവുകളൊന്നും ഇല്ലാതെ ആ കേസ് ക്ലോസ് ചെയ്യേണ്ടി വരുന്ന ആ ഓഫീസറും, പക്ഷേ എന്നാൽ താൻ ചെയ്ത തൻ്റെ മോട്ടീവ് കൃത്യമാണെന്നും അതിൽ ഞാൻ വിജയിച്ചു എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന കുറ്റവാളിയും സംശയിക്കപ്പെടുന്നയാളായിട്ടാണ് അതിൽ അവസാനിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ 2 ചിരികൾക്കും എന്താ പറയുക, ഭയങ്കര തുല്യത കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പൊ ആ ഒരു ഷോട്ടിനെ പറ്റിയൊക്കെ പലതും പറയുന്ന കേട്ടു. ഷോട്ടിനെ പറ്റി ഞാൻ എന്ത് പറയാ, വളരെ വൃത്തിക്ക് ബ്രോ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും എനിക്ക് ഇത്രയും നല്ല വൃത്തിക്ക് സംസാരിക്കാൻ പറ്റില്ല ആ ഷോട്ടിനെ പറ്റി. അത് ബാഹുലിന്റെയും അഹമ്മദിക്കയുടെയും വിഷനാണ്. അത് ബാഹുല് വളരെ വൃത്തിക്ക് അത് എഴുതിയും വെച്ചിട്ടുണ്ട്. ബാഹുല് വളരെ വ്യക്തമായി ആ സീനിനും ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് സീനുണ്ടോ ആ സീനിലൊക്കെ വളരെ വൃത്തിക്ക് ബാഹു വന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരും. എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ബാഹുലിന്റെ റൈറ്റിംഗേ അങ്ങനെയാണ്. ഇപ്പം നമ്മൾക്ക് കോമൺ ആയിട്ട് ഇവിടെ ഉള്ള ഒരു സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുക. അത് മേക്കിങ്ങിലാവാം, കഥ പറയുന്ന രീതിയിലാവാം, റൈറ്റിങ്ങിലാവാം. കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വില്ലൻ അവിടെ അവസാനിക്കണ്ട, ഒരു ചിരിയിൽ നിർത്താം.
നമ്മൾ ഒരു ഫസ്റ്റ് തോട്ട് ബ്രേക്ക് ചെയ്ത് വേറെ രീതിയിൽ എങ്ങനെ അത് നമുക്ക് ഷോ ചെയ്യാന്നുള്ളതാണ് ബാഹുലിന്റെ റൈറ്റിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. കിഷ്കിന്ധാണ്ടത്തിലും ആയിക്കോട്ടെ ഇതിലും ആയിക്കോട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതും എൻജോയ് ചെയ്തതും ആ ഒരു ബ്രേക്കിംഗ് തന്നെ ആയിരുന്നു പല കാര്യങ്ങളും. അതും ഇതിൽ ഭയങ്കര വ്യക്തമായി ബാഹു സൂക്ഷ്മതയോടുകൂടി തന്നെ മേക്കിങ്ങിലും ചെയ്തിട്ടുണ്ട്, റൈറ്റിംഗിലും ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ത്രൂ ഔട്ട് ആ സീരീസിന്റെ തന്നെ സീസണിന്റെ ഒരു വലിയ വിജയം ആ ചിരിയിൽ ഒതുക്കിയിട്ടുണ്ട്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോൾ പോലും അവർക്ക് വേണ്ടത് എന്താണെന്ന് നമ്മളിലോട്ട് എത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ള ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അവർക്ക് എന്താ വേണ്ടതെന്നുള്ള ഒരുപാട് ചിരികൾ എടുത്തായിരുന്നു. ആ പ്രോസസ്സ് ഭയങ്കര വലിയൊരു പ്രോസസ്സായിരുന്നു. കാരണം ഇത്രയും ആർട്ടിസ്റ്റുകൾ നടക്കണം, അതിന്റെ കൂട്ടത്തിൽ ആ ഡോഗ്സ് വന്ന് നിൽക്കണം, കറക്റ്റ് ടൈമിൽ ഞങ്ങൾ ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്ത് പാസ് ചെയ്യണം. ഇതൊക്കെ ഭയങ്കര വലിയൊരു പ്രോസസ്സായിരുന്നു. അത് ഭയങ്കര നമുക്കത് ആ എന്തോ വലുതാണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു ഉള്ളിലി ഉണ്ടല്ലോ, അതിൽ നിന്നങ്ങ് ചെയ്യുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും. ഭയങ്കര അത് അവരുടെ വിഷനാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾക്ക് പറഞ്ഞു തന്നതും അവർക്കറിയാം ആ സീൻ. അവര് അഹമ്മദൊക്കെ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്യും, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഷൂട്ട് ചെയ്ത് അവർക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് ഇവർക്ക് ഷൂട്ടിന് മുന്നേ പ്രതീക്ഷയുള്ളൊരു സീനായിരുന്നു. അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ വില്ലൻ ആരാണെന്ന് അറിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും വില്ലനോട് വെറുപ്പ് തോന്നുകയും നായകനെ കയ്യടി വരികയും ചെയ്യുന്നത് നമ്മുടെ സിനിമയ്ക്കകത്ത് വളരെ നോർമലാണ്. പക്ഷേ ഇതിനകത്ത് മോട്ടീവ് എന്താണെന്ന് വ്യക്തമായപ്പോൾ, ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആയപ്പോൾ വില്ലന്റെ പക്ഷം പിടിക്കാൻ ഒട്ടേറെ പേര് വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. എനിക്കൊന്നും അതിൻ്റെ ഒരു വിജയവും അല്ലെങ്കിൽ ആ രണ്ട് ക്യാരക്ടറിനെയും എങ്ങനെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ സിനിമക്കകത്ത്. അത് അവരുടെ ബ്രില്യൻസ് തന്നെയാണ്, അതിനകത്തൊന്നും എനിക്ക് പറയാനില്ല. അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അവർ ആ ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റി, അവരുടെ ഒരു ഭാഗമായി മാറാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യണം. അഹമ്മദിക്കാരുടെ ടീമിനെ പറ്റിയൊക്കെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്ക് അവർ വർക്ക് ചെയ്തവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഫാമിലി, അങ്ങനെയാണ് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ആർട്ടിസ്റ്റിനെ കംഫർട്ട് ആക്കും അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ആഗ്രഹമുണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യണം. കാരണം എന്തായാലും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നുള്ളൂ അവരുടെ കൂടെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അങ്ങനെ അതും ആഗ്രഹിച്ചതുപോലെ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ലൊരു ക്യാരക്ടർ തന്നെ കിട്ടി. അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി പുതിയ പ്രൊജക്ടുകൾ എന്തെങ്കിലും ഉടനെ വരാനുണ്ടോ? പുതിയതിനി റിലീസിന് ഒരുങ്ങി നിൽക്കുന്നത് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനും അങ്ങനത്തെ ഒരു, അത് ഫുൾ ഫൺ കോമഡി അടിപൊളി പടമായിരിക്കും. നല്ല പ്രതീക്ഷ ഉണ്ട് ആ പടത്തിൽ. അതാണ് ഇനി ഇറങ്ങാനുള്ളത്. അതിന്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. പിന്നെ ഒരു പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങി, അത് അനൗൺസ് ചെയ്യാനൊക്കെ നിൽക്കുന്നു പടം. മലയാളത്തിൽ ഈ വെബ് സീരീസുകളുടെ ഭാവി എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു റെയറായിട്ട് ഇറങ്ങാറുള്ളൂ, അധികം ഒന്നും ഇറങ്ങുന്നില്ല. പക്ഷെ ഇറങ്ങുന്നൊക്കെ നല്ല ക്വാളിറ്റി മലയാളത്തിൽ നിന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ കേൾക്കുന്നുണ്ട്. മലയാള സിനിമകൾ എല്ലായിടത്തും ചർച്ചയാവുന്നു, കോണ്ടന്റ് ചർച്ചയാവുന്നു. നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് കഥകൾ വേറെ ലാംഗ്വേജിലേക്ക് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ മലയാള സിനിമ ഓൾറെഡി എല്ലാവരുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ള അത് വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ വേറെ പുതിയൊരു പ്ലാറ്റ്ഫോം വന്നപ്പോഴും അവിടെ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് പോകുന്ന കണ്ടന്റുകൾ അതുപോലെയാണ് വെബ് സീരീസിലും. അപ്പൊ അതില് ഒരു 2 വെബ് സീരീസിന്റെ ഭാഗമാകാൻ പറ്റിയത് എൻ്റെ ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അത് ആൾക്കാർ ഇനിയും ചർച്ച ചെയ്യപ്പെടും. ഇനിയും നമുക്ക് വരാനിരിക്കുന്ന വെബ് സീരീസുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലുള്ള വെബ് സീരീസുകളാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം രണ്ടും വരട്ടെ, സിനിമകളും ചെയ്യാം വെബ് സീരീസുകളും ചെയ്യാം. ഇപ്പൊ രണ്ടിനും 2 വ്യൂവേഴ്സും ആയല്ലോ. ഇപ്പൊ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആ ഒരു സുഖം കിട്ടുന്ന വ്യൂവേഴ്സും ഉണ്ട്. അതുപോലെ OTT-യിലെ വെബ് സീരീസുകൾ കാണുന്ന, OTT-ൽ ഇറങ്ങുന്ന സിനിമകൾ കാണുന്ന ഒരു രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന, 2 രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യൂവേഴ്സ് ആയി. ഇപ്പൊ അവർ രണ്ടുപേരും സന്തോഷിക്കട്ടെ. ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവാം. അല്ല, ഇപ്പം ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അതിനകത്ത്. കോവിഡ് ടൈമിലാണ് നമ്മുടെ ഒരുപാട് സീരീസസ് ആളുകൾ കണ്ടുപറയും. അതെ, അതാണ് കോവിഡ് ആണ് ശരിക്കും ഈ പറയുന്ന തോട്ട് ബ്രേക്ക് ചെയ്ത് പ്രേക്ഷകരുടെ നമുക്ക് OTT-യിൽ ഇരുന്ന് കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അവര് തിരിച്ചറിഞ്ഞത് എനിക്കൊന്ന് കൊറോണ വന്നതിന് ശേഷമാണ്. സിനിമകൾ ഇപ്പം റീസെൻ്റ് ആയിട്ട് പോലും പല കാര്യങ്ങളും വന്നിട്ടുണ്ടായി. ലൈക്ക് സിനിമകളൊന്നും വിജയിക്കുന്നില്ല, അപ്പോൾ തിയേറ്ററിൽ പലതും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ OTT പ്ലാറ്റ്ഫോംസിൽ ഇത്തരം സ്ക്രിപ്റ്റുകൾ തന്നെ സീരീസ് ആക്കി മാറ്റിയിട്ടും OTT പ്ലാറ്റ്ഫോംസിൽ ഇറക്കാനുള്ള ശ്രമം ടെക്നീഷ്യൻസ് നടത്തില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, അത് ഇപ്പൊ സിനിമ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് സിനിമ ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ലെന്ന് തോന്നുന്നു. OTT-യിൽ പോയി ഒരു പ്രോജക്റ്റ് പിച്ച് ചെയ്ത് അവരത് പ്രൊഡ്യൂസ് ചെയ്ത്
നമുക്ക് ഒരു സ്പേസ് തരും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. സിനിമയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഒരു പ്രൊഡ്യൂസറിനെ കണ്ട് നമുക്ക് സിനിമ ചെയ്യാൻ ഈസി ആണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ OTT പോയി ഒരു സ്പേസ് കിട്ടി ഒരു വർക്ക് ഇറക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ കഷ്ടപ്പാടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ അങ്ങനെയല്ല. ഇപ്പോൾ സിനിമ ചെയ്യുന്നതും പാടാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ആക്സസ് കൂടുതലാണ് സിനിമ ചെയ്യാൻ. OTT എനിക്ക് തോന്നുന്നു അവിടെ പോയി പിച്ച് ചെയ്ത് ഒരുപാട് പേരെ എനിക്ക് ടെക്നിക്കലി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ കേട്ടെടുത്തോളം ഒരുപാട് പേരെ എന്നിട്ട് നമ്മൾ സംസാരിച്ച് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു പ്രോജക്റ്റ് OTT ഓൺ ആകുന്നത്. KCF-നകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഭാഗം ആളുകൾ എന്തുകൊണ്ട് ആ മോട്ടീവിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെറ്റ്സിനുള്ള ഇഷ്ടം കൊണ്ടാണ്, ഡോഗ്സിനുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും സിറാജ് ആ ഒരു സമയത്ത് ഈ ഡോഗ്സുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു എന്താ പറയുക, ലൈക്ക് ആ ഒരു കാലം എങ്ങനെയായിരുന്നു, ആ ഒരു ഡോഗ്സുമായിട്ടുള്ള ആ സമയത്തുള്ള ലൈക്ക് അവരുമായിട്ടുള്ള ഒരു ഡോഗ് ലവർ ആണോ? പിന്നെ ഭയങ്കരമായിട്ട് ഡോഗ് ലവറാ. ടെറി ശരിക്കും പേര് സിംബ എന്നാ. ഞാൻ ശരിക്കും ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോകുമ്പോഴാണ് കാണുന്നത്. അപ്പം എനിക്ക് ഓൾറെഡി നമ്മൾ അവരെ ഭയപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ മാറും. നമ്മളെടുത്ത് അത്രയ്ക്കും വേണ്ട എന്നുള്ള രീതിയിൽ അവർ മാറും. നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ അവർ ചിലപ്പോൾ അടുക്കുന്നതല്ല. അതാണ് ഇവരുടെ ഒരു സൈക്കോളജി. പ്രത്യേകിച്ച് ഡോഗുമായിട്ട് നമുക്ക് അവരൊരു പേടിയില്ല, നമുക്ക് അവർ സ്നേഹിക്കാൻ റെഡി ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിന്റെ 100 ഇരട്ടി അവർ തിരിച്ചു തരും. ഇത് ഒരു എല്ലാ പെറ്റ് ലവറിനും അറിയാവുന്നൊരു കാര്യമാണ്. അത് എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഡോഗ്സിന് ഇഷ്ടമുള്ളതുകൊണ്ട് അറിയാം. അപ്പൊ എനിക്കൊരു 1 hour ട്രെയിനേഴ്സ് ഓൾറെഡി ഉണ്ട് സിംബയുടെ കൂടെ, പക്ഷെ എനിക്ക് ഒരു 1 hour എൻ്റെ കൂടെ അങ്ങ് വിട്ടു. ഞങ്ങൾ പതുക്കെ വോക്കിനൊക്കെ പോയി നടന്ന് ഒന്ന് ചില്ലൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് കളീന് ഓക്കെ ആയി. പിന്നെ എനിക്കും അവനോടുള്ള ഒരു ഐസ് ബ്രേക്ക് മാറി, അവനും മാറി. പിന്നെ ഭയങ്കര ചില്ലായിരുന്നു. പിന്നെ ഒരു 3 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച്. അടിപൊളിയായിരുന്നു, അടിപൊളി മെമ്പറാ. അതിൽ പറഞ്ഞ പോലെ അഡോപ്റ്റ് ചെയ്യാൻ തോന്നിയോ പിന്നീട് ലൈഫിലോട്ട്? അങ്ങനെയില്ല, ഞാൻ വളർത്തിയിട്ടില്ല ഇതുവരെ, ഡോഗ്സിനെ വളർത്തിയിട്ടില്ല. പക്ഷെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഡോഗ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ സ്നേഹിക്കാൻ, ഡോഗ്സിനെ. സ്വന്തമായിട്ട് പക്ഷേ ഇല്ല. എന്തായാലും ഞാൻ ചെയ്യും, ഒരു വട്ടം ഞാൻ എന്തായാലും ഒരു ഡോഗിനെ വളർത്തും. അത് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അതിനുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഇതുവരെ ഒത്തു വന്നിട്ടില്ല, അതുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ എന്തായാലും ആഗ്രഹമുണ്ട് ഉള്ളിൽ. ജോൺ വിക്കിന് ശേഷം ഒരു പക്ഷേ ട്രോളൊക്കെ ഞാൻ കണ്ടായിരുന്നു, ട്രോളൊക്കെ ഞാൻ കണ്ടു മലയാളത്തിൽ നിന്നും ജോൺ വിക്ക് എന്നൊക്കെ. പക്ഷെ അത് കണക്ട് ചെയ്ത് പറയാം, പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം KCF ഒരു പക്ഷേ മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച വെബ് സീരീസുകളിൽ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. അതിലേറ്റവും മികച്ച ഒരു കഥാപാത്രം താങ്കൾ ചെയ്തു. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും KCF കാണാത്തവർ തീർച്ചയായിട്ടും KCF-ന്റെ സീസൺ 2 കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയും. ഓക്കെ.